Today, the topic is etiquette and manners. ഇതിൻ്റെ ഈ എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ് എന്ന ഈ ടോപ്പിക് സെലക്ട് ചെയ്യാൻ നമുക്ക് ഉണ്ടായ പ്രചോദനം എന്താണെന്ന് വെച്ചാൽ അത് ഗുരുദേവൻ തന്നെ. ഗുരുദേവൻ പണ്ട് ശിവഗിരി തീർത്ഥാടനം നടത്തിട്ട് ഗോവിന്ദൻ വൈദ്യനാണ് പോയിട്ട് പെർമിഷൻ എടുക്കണം. ഗുരുദേവൻ മരിക്കുന്നതിന് മുമ്പ് 1928 ഇങ്ങനെ ഒരു തീർത്ഥാടനം വേണം നമുക്ക് ശിവഗിരിക്ക് എന്ന് പറയുമ്പോൾ ഗുരുദേവൻ പറയുന്നു അതിന് സമ്മതിച്ചിട്ട് അതിന് ഡേറ്റ് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു നമ്മൾ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട്, അതായത് ഒരു വിശ്വ പൗരന്മാരായിട്ട് നമ്മൾ വളരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന ജനുവരി 1 തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതായത് ഒരു ബ്രോഡർ ഔട്ട്ലുക്ക് ആയിരുന്നു ഗുരുവിനുണ്ടായിരുന്നത്. ജനുവരി 1 തന്നെയാണ് ഇത് ശിവഗിരി തീർത്ഥാടനത്തിന് ഡേറ്റ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിലെ ചിങ്ങമൊന്നോ അങ്ങനെയൊന്നുമല്ല സെലക്ട് ചെയ്തത്. ജനുവരി 1 അത് കൂടാതെ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം അവിടെ വേണം. എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ഉണ്ടാകുന്നത് ശിവഗിരിയിലാണ്. അപ്പോൾ ഗുരു നമ്മൾക്ക് പ്രചോദനം തന്നിരിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റി മാത്രമല്ല, നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഇന്റർനാഷണൽ സൊസൈറ്റിയും കൂടെ മുന്നിൽ നിന്നിട്ടാണ് ഗുരു നമുക്ക് ഉപദേശങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളുടേതായ ഒരു ചുരുങ്ങിയ ഒരു സൊസൈറ്റിയിൽ പ്രവർത്തിക്കേണ്ട രീതിയല്ല. ഒരു എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊളൈറ്റ് സൊസൈറ്റി. അപ്പൊ ഇത് സൊസൈറ്റികളുടെ ഗുരുദേവൻ ഉദ്ദേശിക്കുന്ന ഒരു ഇന്റർനാഷണൽ സൊസൈറ്റി തന്നെയാണ്. അപ്പൊ അതിലേക്ക് വേണ്ട, ഞാനിന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് അങ്ങനെ ഒരു സൊസൈറ്റിയില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലോകം വളരെ ചെറുതായി, കമ്മ്യൂണിക്കേഷൻ വിപ്ലവമൊക്കെ വന്നപ്പോൾ ലോകം വളരെ ചെറുതായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു വിശ്വ പൗരന്മാരായിട്ടാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ എറ്റിക്കേറ്റിലേക്കാണ് നമ്മൾ. കാരണം എറ്റിക്കേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുള്ള എറ്റിക്കേറ്റ്സ്, ഒരു സോഷ്യൽ എറ്റിക്കേറ്റ്സ് ഉണ്ട്, ഒരു ബിസിനസ് രീതിയിലുള്ള എറ്റിക്കേറ്റ്സ് ഉണ്ട്, കൾച്ചറൽ ഉണ്ട്, റിലീജിയസ് ഉണ്ട്. നമ്മളൊരു ഇന്റർനാഷണൽ പൗരനായിട്ട് പറഞ്ഞാൽ എറ്റിക്കേറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ എറ്റിക്കേറ്റിന്റെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ട്രീറ്റിംഗ് അതേഴ്സ് ദ വേ യു വുഡ് ലൈക്ക് ടു ബി ട്രീറ്റഡ്. അതായത് നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ റെസ്പെക്റ്റബിൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക, അതേപോലെ നമ്മളും മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ഗോൾഡൻ റൂള്. ഇതിനൊരു ട്രാഫിക് ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. ട്രാഫിക് ലൈറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണം? ഭഗത്തിനറിയോ? ട്രാഫിക് ലൈറ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണം? അത് കൺട്രോൾ ചെയ്യാം. അതായത് ഹെവി ആയിട്ടുള്ള ട്രാഫിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാതിരിക്കാനൊക്കെ. അതുപോലെ ഹ്യൂമൻ സൊസൈറ്റി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പല രീതിയിൽ പല ഡയറക്ഷനിലും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടോട്ട് ക്ലാഷസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എറ്റിക്കേറ്റ്. അപ്പൊ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ട്രാഫിക് ലൈറ്റ് കൺട്രോളിങ് യുവർ സോഷ്യൽ ആക്ടിവിറ്റീസ്. മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ്. എറ്റിക്കേറ്റ് എന്ന് പറയുന്നത് നോംസ് ആണ്, റൂൾസ് ആണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സൊസൈറ്റി. മാനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യും, അതാണ് മാനേഴ്സ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സയൻസും ടെക്നോളജിയും തമ്മിൽ ഡിഫറൻസ് നമ്മൾക്കറിയാം. സയൻസും ടെക്നോളജിയും തമ്മിൽ ഡിഫറൻസ് വേറെ വഴിക്കാണ് പോകണം. സയൻസ് എന്ന് പറയുന്നത് അത് തിയറിയാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇസ് ടെക്നോളജി. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതാണ് എഞ്ചിനീയറിംഗ്. നേരെ വെച്ച് നമ്മൾ സയൻസ്, പ്യൂർ സയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ തിയറിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതേപോലെ തന്നെയാണ് എറ്റിക്കേറ്റ് എന്ന് പറയുന്നത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. പക്ഷെ നമ്മൾ when we start practicing that etiquette, that's manners. Then you become a good mannered man. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള എറ്റിക്കേറ്റ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല മാനേഴ്സ് ഉള്ള ഒരാളായിട്ട് മാറും.
അതാണ് ഡിഫറൻസ്. എറ്റിക്കറ്റിന്റെ ഡിഫറൻസ് അതാണ് ബേസിക്. ഇനി സോഷ്യൽ എറ്റിക്കറ്റിനെ പറ്റിയാണ് കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ഇത് ജസ്റ്റ് ഒരു ജനറൽ എറ്റിക്കറ്റിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അതില് അതിന്റെ മെയിൻ പോയിന്റ്സ് ആണ് റെസ്പെക്ട് യുവർ സെൽഫ് ആൻഡ് പീപ്പിൾ അറൌണ്ട് യു. അതാണ് അതിന്റെ മെയിൻ തീം സോഷ്യൽ എറ്റിക്കറ്റിന്റെ. ആൻഡ് കോ എക്സിസ്റ്റ് വിത്ത് അതേഴ്സ് ഇൻ ഹാർമണി. ഇത് രണ്ടുമാണ് ഒരു സോഷ്യൽ എറ്റിക്കറ്റിന്റെ ബേസിക് തമ്പ് റൂൾസ്. ഫസ്റ്റ് വൺ, ബി ഷിവൽറസ്. ഈ ഷിവൽറസിന്റെ അർത്ഥം അറിയോ? ഒന്നറിയോ? ഈ കൈൻഡ് മര്യാദ കാണിക്കും. ഇപ്പൊ നമ്മള് ബസ്സിൽ ട്രാവൽ ചെയ്യാണ്, നമുക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യാം. അപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ബസ്സിലേക്ക് കയറും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ലേഡിക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കും. അതാണ് എക്സാക്ട്ലി ഷിവൽറസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതുപോലെ എൽഡേഴ്സിന് ഇപ്പൊ നമ്മള് എൽഡേഴ്സ് ഒരു എണീറ്റ് നിൽക്കുക, റെസ്പെക്ട് കാണിക്കും. അപ്പൊ അതാണ് വേണം. അതൊരു സോഷ്യൽ എറ്റിക്കറ്റിന്റെ ഭാഗമാണ്. അത് നമ്മളെല്ലാ മേഖലകളിലും അത് കാണിക്കും. ഇപ്പൊ ബിസിനസ് എറ്റിക്കറ്റിൽ എല്ലാം അത് കാണിക്കണം. പിന്നെ ഗ്രീറ്റ് പീപ്പിൾ പ്രോപ്പർലി. ഇപ്പൊ നമ്മള് ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഹലോ ഹൗ ആർ യു എന്നുള്ള ആ ചെറിയ ചോദ്യങ്ങള് നമ്മള് അത് ചോദിക്കുന്നത് ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മള് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടല്ല, ആ ബഹുമാനത്തോട് കൂടിയിട്ട്. അതാണ് ഗ്രീറ്റ് പീപ്പിൾ പ്രോപ്പർലി. ആൻഡ് ഡോണ്ട് ഡിസ്കസ് ഇനി പബ്ലിക് ഇതിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂകൾ ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ പലരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, പലരുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചിലര് റിലീജിയസ് ഇത് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കാതിരിക്കുക പബ്ലിക്കായിട്ട്. പ്രൈവറ്റ് ഡിസ്കഷൻ നമ്മൾ രണ്ടുപേരും 1-to-1 ഡിസ്കസ് ചെയ്യുമ്പോൾ എനിത്തിങ് ക്യാൻ ബി ഡിസ്കസ്. ബട്ട് പബ്ലിക്കിൽ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇപ്പം കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ പ്രസന്റ്. ഇപ്പൊ പലർക്കും അറിയാതിട്ടാണോ എന്നറിയില്ല, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് തൗസൻഡ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിളാണ് അത് കാണുന്നത്. ചിലപ്പം മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ടാവും. അതൊരു ഫേസ്ബുക്കിൽ നമ്മളൊരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാരെ വായിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കണം ഞാൻ അയാളുടെ വാളിൽ പോയിട്ടൊരു കമന്റ് ഇടുകയാണ്. പക്ഷെ അവിടെ ആ കമന്റ് ഇടുമ്പോ അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം അത്രയും ആൾക്കാർ കാണുന്നുണ്ട് നമുക്കറിയാം. നമ്മുടെ റൂമിൽ നിന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ വിചാരിക്കും ശരി, നമ്മളാ കൺഫൈൻഡ് അതിനകത്ത് മാത്രമേ കാണുന്നു. പക്ഷെ നമ്മളുടെ പുറത്തേക്കുള്ള പ്രൊജക്ഷനെ അത് വളരെ അധികം ബാധിക്കും. നമ്മുടെ ഇമേജിനെ വളരെയധികം ബാധിക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട. ഞാൻ പിന്നെ ഇങ്ങനത്തെ യൂസുകൾ വേർഡുകൾ എക്സ്ക്യൂസ് മീ, പ്ലീസ്, താങ്ക് യു, ഇതൊക്കെ ഇഷ്ടംപോലെ വരും. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് വളരെ കുറവുള്ളൊരു കാര്യമാണ് ഒരു പ്ലീസ് പറയാം, അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് മീ പറയാം. അപ്പൊ ഈവൻ കൗണ്ടറിന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ പോലും അത് പല കൾച്ചറിലും നമ്മൾ ഇപ്പം ഫിലിപ്പിനോസൊക്കെ ആണെങ്കിൽ നമ്മളൊരു കൗണ്ടറിന്റെ പറയുമ്പോൾ അവർ ഒരുപാട് പ്ലീസ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ. പക്ഷെ നേരെ പക്ഷെ നമ്മുടെ ആൾക്കാർ ഒരു മലയാളികളാണെങ്കിൽ വളരെ കുറവേ പറയുള്ളൂ, ഒരു പ്ലീസ് ഒന്നും പറയില്ല. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെ എക്സ്ക്യൂസ് മീ, നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ വാക്കുകൾ വളരെ എത്ര യൂസ് ചെയ്യാലും കുഴപ്പമില്ല. അത് നമ്മളുടെ ഇമേജിന് നന്നായിട്ട്. പിന്നെ കാശ് കൊടുക്കേണ്ടാത്ത കാര്യമാണ് സ്മൈൽ. അത് ഒരു വളരെയധികം പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് സൊസൈറ്റിക്ക്. അതുപോലെ നമ്മൾ ഒരു റൂമിലേക്ക് കയറുമ്പോൾ ഡോറ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മിക്കവാറും ഡോറുകൾ ചിലപ്പോൾ തിരിച്ച് അടയ്ക്കും. ഇങ്ങനെ സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും. അപ്പോൾ അത് തുറന്ന് പിടിച്ചു കൊടുക്കുക അടുത്ത ബാക്കിൽ ആളുണ്ടെങ്കിൽ. അങ്ങനത്തെ കേർട്സി ബിഹേവിയേഴ്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണുകളിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാം ആരോടായാലും. പിന്നെ ഒരെണ്ണം നമ്മൾ ഒരു ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് കഫ് ചെയ്യുമ്പോൾ സ്നീസ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് മാറിയിട്ട്, ഈ ഫോട്ടോയിൽ സൈഡിലേക്ക് മാറിയിട്ട് മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ട് ചെയ്യാം. അതൊരു ഹൈജീൻ്റെ കൂടി ഭാഗമാണ്. അതുപോലെ ലേൺ പീപ്പിൾസ് നെയിംസ്. ഇത് എനിക്കറിയാവുന്നൊരു കഥ എന്ന് വെച്ചാൽ ഗൾഫാറിന്റെ മാനേജിങ് ഡയറക്ടർ മുഹമ്മദ് അലി സാർ. പുള്ളി ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ പലരും റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ വല്ല ടീച്ചറോ മാഷൊക്കെ ആരെങ്കിലും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടാവും.
ഗൾഫാണ്. പുള്ളി സൈറ്റ് വിസിറ്റിനൊക്കെ പോകുമ്പോൾ ആ ആളെ സൈറ്റിൽ കാണുമ്പോൾ പുള്ളി അയാളെ പേര് പറഞ്ഞിട്ട് ഹൗ ആർ യു, ആ ടീച്ചർക്ക് സുഖമല്ലേ നമുക്ക് ചോദിക്കും. അതായത് ആ നമ്മളുടെ പേര് വിളിച്ച ഒരാൾ പറയുമ്പോൾ അതൊരു വലിയൊരു എഫക്റ്റാണ്. പേരുകൾ റിമെമ്പർ ചെയ്യുക, നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ഞാനൊക്കെ വളരെ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ആ പേരുകൾ ഓർത്തിരുന്നിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഒരു വളരെയധികം കംഫർട്ട് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ റൈറ്റ് താങ്ക് യു നോട്ട്സ്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഒരു നോട്ട് എഴുതി അയക്കുക, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക താങ്ക് യു പറഞ്ഞിട്ട്. പിന്നെ ബി പങ്ക്ച്വൽ, ഇന്നത്തെ പോലെ ആവരുത്, കറക്റ്റ് ടൈമിൽ എത്തുക. കാരണം ഒരാൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ റൂമിൽ 10 ആളുണ്ടെങ്കിൽ 5 മിനിറ്റ് ലേറ്റ് ആയി 10 × 5 50 മിനിറ്റാണ് ലേറ്റ് ആയത്. 50 ആൾക്കാരെ 50 മിനിറ്റ് ഇതാണ് ലേറ്റ് ആവും. അപ്പോൾ അത് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളൊരു എസ്പെഷ്യലി ഒരു മീറ്റിംഗ്സിനോ അല്ലെങ്കിൽ അതിനോ വരുമ്പോൾ കറക്റ്റ് ടൈമിൽ വന്ന് പങ്ക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യും. പങ്ക്ച്വാലിറ്റി ഇസ് എസെൻഷ്യൽ ഫാക്ടർ. ഡോണ്ട് നെഗ്ലക്ട്. RSVP എന്ന് പറഞ്ഞാൽ റിപ്ലൈ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ നമ്മളൊരു ഇൻവിറ്റേഷൻ അയക്കുന്നത്. അപ്പോൾ നമ്മളത് സൈഡിലേക്ക് മാറ്റിക്കുന്നതിന് മുമ്പ് ഓക്കെ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് അറിയിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് തിരിച്ചയക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാവും, ഫംഗ്ഷൻ ഉണ്ടാവും, അത് തിരിച്ചയക്കണം. RSVP ഒരു ഫ്രഞ്ച് വേർഡാണ്, നമ്മൾ എക്സ്പെക്റ്റഡ് റിപ്ലൈ ആണ്. റെസ്റ്റോറൻറ്റിന്റെ ഉടമസ്ഥൻ അത് നോ എന്ന് പറയില്ല, കാരണം അയാൾക്ക് ബിസിനസ്സാണ്. കാരണം 10-15 കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. എന്നാലും ആ വരുന്നവരെ ആലോചിക്കുന്നില്ല, അവരൊന്നത് വേർത്ത് കുളിച്ച് അങ്ങനെ ആ രീതികൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട്, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഹൈജീനിക് ആയിട്ട് പോകണം. അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊന്നും ഷാബി ആയിട്ട് പോകാതിരിക്കുക. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കീപ് പേഴ്സണൽ ഹൈജീൻ, റെഗുലറായിട്ട് കുളിക്കുക, അതൊക്കെ നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് കുളിക്കുക, പല്ല് തേക്കുക. ഇപ്പോഴത്തെ പലയിടത്തും ഹോസ്റ്റലിലൊക്കെ ബ്രഷൊക്കെ ആയിട്ട് കോളേജിലൊക്കെ പോകാറുണ്ട്. ആ സമയത്തൊക്കെ അവിടെ നിന്ന് കിട്ടിയ സമയത്ത് പല്ല് തേക്കലൊക്കെ. അപ്പോൾ അതല്ല, കറക്റ്റായിട്ട് റുട്ടീൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഇതൊക്കെ പറഞ്ഞു, ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ലാംഗ്വേജ്, എസ്പെഷ്യലി ഇൻ ദ സോഷ്യൽ മീഡിയ. നമ്മൾ ഒരാളെ പല വാളിൽ പോയിട്ട് തെരുവ് വിളിച്ചാൽ അത് കാണുന്നത് 1 മില്യൺ ആൾക്കാരായിരിക്കും വായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇമേജിനെ തന്നെയാണ് ബാധിക്കുക. അത് ഓർമ്മയുണ്ടാവണം. നമ്മൾ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യം പറയാനായിരിക്കും. അതുപോലെ എല്ലാവർക്കും നമ്മളൊരു സോഷ്യൽ ഗ്യാതറിംഗിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മളെ ജഡ്ജ്മെന്റലാണ് വളരെയധികം. കീപ് യുവർ ഫോൺ എവേ. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഫോൺ മാറ്റി വയ്ക്കുന്നത്, എസ്പെഷ്യലി വെൻ യു ആർ ഓൺ എ ഡൈനിങ് ടേബിൾ, ഫോൺ മാറ്റി വെച്ചാൽ ആ ഡൈനിങ് ടേബിൾ എന്നിട്ടുള്ള ഒരു ലോക്കി സംഭാഷണങ്ങളുണ്ട്. വലിയ അർത്ഥവെച്ചിട്ടല്ല, എന്നാലും അതുപോലെയുള്ള കാര്യങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുക. കാരണം ഫോണത് ഇനി അഥവാ ഒരു എമർജൻസി ഫോൺ വന്നു കാണുകയാണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് സംസാരിക്കുക. ആ ഗ്രൂപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. സോഷ്യൽ മീഡിയയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. റെസ്പെക്ട് ഓരോ ഇൻഡിവിജ്വലിനെ പേഴ്സണൽ സ്പേസ് എപ്പോഴും റെസ്പെക്ട് ചെയ്യാം. നമ്മൾ അത് ആ റെസ്പെക്ട് എപ്പോഴും ഉണ്ടാവണം. പിന്നെ അറ്റൻഡ് ഫോൺ കോൾസ്, ദിസ് ഓൾസോ ആയിട്ടുള്ളൂ. അറ്റൻഡ് ഫോൺ കോൾസ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ടേബിൾ മാനേഴ്സ്. ഈ എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ ഉള്ളതാണ്. പക്ഷെ അതിനകത്ത് ഞാൻ 2 ഏരിയ, സോഷ്യൽ എറ്റിക്കേറ്റും ഈ ടേബിൾ മാനേഴ്സും മാത്രമേ ഞാൻ കവർ ചെയ്യുന്നത്. ടേബിൾ മാനേഴ്സ്, ഫസ്റ്റ് തിങ് ഹൂ സിറ്റ്സ് വേർ എന്നുള്ളതാണ്. നമ്മൾ ഒരു ഡിന്നറിന് ആരെങ്കിലും ഇൻവൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ എവിടേക്ക് ഇരിക്കണം. അപ്പോൾ ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി ആ സ്പെഷ്യൽ ഗസ്റ്റിന് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ടേബിളിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ നല്ല വ്യൂ ഉള്ള സ്ഥലത്തോ ആ ഗസ്റ്റ് വിളിച്ചിരുത്തണം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അയാൾ സ്ഥലം കാണിച്ചു കൊടുക്കണം. അത് ഹോസ്റ്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അയാളുടെ ഡ്യൂട്ടിയും അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എവിടേക്ക് ആരൊക്കെ ഇരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ഹൂ സീറ്റ്സ് വേർ ഓൺ ദ ടേബിൾ, അത് ഹോസ്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇൻവൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിലും നമ്മൾ ചാടിക്കൊരു സീറ്റിൽ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളുടെ സൈഡിൽ നിന്ന് അത് നോക്കണം. നമ്മൾ ഹോസ്റ്റ് പറയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ ഒരു ഡിന്നർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് എത്തണം. എന്നിട്ട് നമ്മൾ ഹോസ്റ്റ് പറയുന്ന സീറ്റിലിരിക്കണം. ഹൈജീൻ ഇപ്പോൾ
കോവിഡൊക്കെ വന്നുകൊണ്ട് നമുക്കറിയാം ഭക്ഷണം കഴിക്കണമെന്ന് എന്തായാലും സോപ്പിട്ട് കൈ കഴുകിയിരിക്കണം. നമ്മൾ എവിടേക്കോ പോയിട്ട് വരുന്നതായിരിക്കും, കൈ കഴുകണം, ഫ്രണ്ടിലിടുക. ആ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ അരയുടെ ഭാഗത്തേക്കാക്കിയിട്ട് മടിയിലിടുക. അത് ഭക്ഷണം കഴിയണവരെ, കാരണം എന്തെങ്കിലും വീഴൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുമ്മ വീണു. പിന്നെ നാപ്കിനും എടുത്തിട്ട് നമ്മളിങ്ങനെ ചുണ്ട് വേണമെങ്കിൽ നോക്കാം, മുഖം തുടയ്ക്കാൻ ആ നാപ്കിൻ യൂസ് ചെയ്തത്. കാരണം അതിനകത്ത് കറിയുടെ ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നാപ്കിൻ യൂസ് രണ്ട് ഇതുള്ളൂ. ഒന്ന് ചുണ്ട് ഒപ്പി എടുക്കാൻ, നല്ല ലിപ്സ്റ്റിക്കോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോകാനും, അതല്ലെങ്കിൽ ഇങ്ങനെ മടിയിലിടുക. ഇതിനാണ് നാപ്കിൻ യൂസ് ചെയ്യുന്നത്. കട്ട്ലറി യൂസേജ് പല സ്ഥലത്തും പല പോലെയാണ്. US വേറെയാണ്, യൂറോപ്പിൽ വേറെയാണ്. ഇപ്പം യൂറോപ്പിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഫോക്കിൽ കുത്തിപ്പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് മുറിച്ചിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ കഴിക്കും. US ഇതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കുത്തിപ്പിടിച്ച് റൈറ്റ് ഹാൻഡ് കൊണ്ട് മുറിച്ചിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് തരും. US സിസ്റ്റം അങ്ങനെയാണ്. അത് ഏത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ഏത് ക്രൗഡിലാണ് പെടുന്നതനുസരിച്ച് നമുക്ക് വയ്ക്കാൻ സെർവിങ്. ഇപ്പോൾ നമ്മൾ ഒരു ടേബിളിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പാടും. അത് വെയിറ്റ് ചെയ്യാം, എല്ലാവരും ഭക്ഷണം എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാൻ പാടും. ആ സെർവിങ് കഴിയണം. അതുപോലെ ടേബിളിൽ നിന്ന് ഇരുന്നിട്ടുള്ള കോൺവെർസേഷൻസ്, ആ കോൺവെർസേഷൻസ് എപ്പോഴും ഭയങ്കര, ഇപ്പം നമുക്ക് തന്നെ പല റെസ്റ്റോറൻറ്റ്സിലും പോയാൽ ഭയങ്കര ബഹളം, ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും ബഹളമൊന്നും വേണ്ട. നമ്മൾ വളരെ ലോ കീയിൽ സെറ്റിലായിട്ട് സംസാരിക്കാം, മൈൽഡ് കോൺവെർസേഷൻസ്, അതേ അലൗഡ്. പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പം തരിയിലും ഇങ്ങനെ ട്രാക്ക് തെറ്റി പോകും ഫുഡ്, അതിനൊന്നും ഇടവരുത്തരുത്. പിന്നെ അത് മാത്രമല്ല, ഫുഡ് കഴിക്കുമ്പോൾ അത്രയും ബഹളമൊന്നും വേണ്ട, നമ്മൾ ഫുഡ് കഴിക്കാനേ ഇരിക്കണം. ഇരിക്കേണ്ട പോസ്റ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും കൈ ഈ ടേബിളുമേ വെക്കരുത്, ഇങ്ങനെ വെക്കരുത്. കൈ എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ വെക്കണം. കൈ ടേബിളുമ്പോൾ കുത്തിയിരുന്നിട്ട് അല്ലെങ്കിൽ തല ഇങ്ങനെ വെച്ചിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഫോൺ ടിക്കറ്റ് ടേബിളിൽ ഫോൺ കൊണ്ടുപോകാനേ പാടില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഫോണൊക്കെ മാറ്റി വയ്ക്കാം. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് എണീക്കുമ്പോൾ, സീറ്റിൽ നിന്ന് എണീക്കുമ്പോൾ പറ്റുവാണെങ്കിൽ രണ്ട് സൈഡിലിരിക്കുന്ന ആൾക്കാരോട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാം. നമ്മൾ ടേബിളിൽ എണീക്കുന്ന സമയത്ത് ആ പ്ലേറ്റ്, നമ്മൾ ഇരുന്ന് കഴിച്ച പ്ലേറ്റ് അവിടെ നിന്ന് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്തു, അവിടെ തന്നെ ഇരുന്ന് വെച്ചിട്ടാണ് എണീറ്റ് പോകുന്നത് ഒരു പബ്ലിക് ഇതിനകത്ത്. ഇപ്പം പലരും ചെയ്യുമ്പോൾ ചെറിയ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് അടക്കി വെച്ചിട്ടൊക്കെ എണീറ്റ് പോകാം. അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ അതേപോലെ തന്നെ ലീവ് ചെയ്തിട്ട് പോകണം. അവിടെ നിന്ന് വിട്ടു പോണതിന് മുമ്പ് എന്തായാലും ഹോസ്റ്റിനെ നമ്മൾ താങ്ക് ചെയ്യണം. ഓർഗനൈസ് ചെയ്യുന്ന അതൊരു ശീലമാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എൽബോസ് ഒരിക്കലും ടേബിളൊന്നും റെസ്റ്റ് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സംസാരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ കൈ കുത്തി വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ എപ്പോഴും താഴെ. പിന്നെ പലർക്കും ഒരു ഭക്ഷണം തുടങ്ങി കഴിഞ്ഞ ഉടനെ ഇതിനകത്ത് ഉപ്പില്ല, മുളകില്ല, അങ്ങനത്തെ കമന്റ്സ് ഫുഡിനെ പറ്റിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും ഫുഡിനെ പറ്റിയിട്ട് നമ്മൾ കമന്റ്സ് പാസ് ചെയ്തു. സോൾട്ട് ആൻഡ് പെപ്പർ മിക്കവാറും എല്ലാ ഡൈനിങ് ടേബിളും സോൾട്ട് ആൻഡ് പെപ്പർ. ഒരാൾ ആ സോൾട്ട് ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സോൾട്ട് മാത്രമായിട്ട് എടുത്തു കൊടുക്കരുത്. സോൾട്ടും പെപ്പറും രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല.